ഹലോ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു ചെറിയ ചിക്കൻ കറി വയ്ക്കാമെന്ന്. അപ്പോൾ ഞാൻ പരിപാടി നേരത്തെ തുടങ്ങിയിട്ടാണ്, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാനിലേക്ക് ഇച്ചിരി സവാള ഇട്ട് അതിലേക്ക് അത് നന്നായിട്ടൊന്ന് എണ്ണയെക്കുറിച്ച് വഴറ്റി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. അതുപോലെ തന്നെ ആവശ്യമായിട്ട് ഞാനിവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വേറെ പ്രത്യേകിച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ കുറച്ച് തക്കാളി ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ കുറേ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചട്ടി കരിഞ്ഞു. ഞാൻ ഫോൺ എടുക്കാൻ പോയ ഗ്യാപ്പിൽ ചട്ടി കരിഞ്ഞു പോയി. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട കാരണം ചെറുതായി ഒന്ന് പിടിക്കണ്ട. അത് തക്കാളി ഇട്ടാൽ മതി. ആ, വേറെ അറിയില്ല. വേറെ എന്താ ചെയ്യണ്ടത്? അങ്ങനെ ഉണ്ടോ? ഞാൻ സവാള ഇട്ട് പാതി വഴണ്ട. അത് കറക്റ്റായില്ല. മുമ്പിട്ട് പോയി. അങ്ങനെ ഒരു ചിക്കൻ കറി, കോഴിക്കറി സ്പെഷ്യലാണോന്നും ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്തോ ഒരു രീതിക്ക് വെക്കാണ്. അതെ, ഇതാണ് നമ്മുടെ പരിപാടി ഇന്നത്തെ. ഇച്ചിരി മഞ്ഞപ്പൊടി, അത് എങ്ങനെയാ, കുറച്ച് ഇച്ചിരിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ടു ആവശ്യത്തിന്. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ടു. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവനങ്ങ് നന്നായൊന്ന് മൂത്ത് വരട്ടെ. അവൻ്റെ ഒരു പച്ചക്കുത്തും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി സെറ്റാകണം. നല്ല എരിവിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. സാധാരണ മുളക് പൊടി ഇട്ടാന്ന് ഇത്രയും ഒരു എരിമണമൊന്നും ഉണ്ടാവാറില്ല. മഞ്ഞപ്പൊടിയും കൊള്ളാം, മുളക് പൊടിയും കൊള്ളാം. ബ്രാഹ്മിൻസിന്റെ സാധാരണ മഞ്ഞപ്പൊടിക്ക് മണമൊന്നും ഉണ്ടായത് ശരിക്കും ഇട്ടപ്പോ എനിക്ക് മഞ്ഞൾ പൊടിപ്പിച്ച മണം, പച്ചമഞ്ഞളുടെ ഒരു മണമല്ലേ. അറിയാൻ പറ്റില്ല എന്തൊക്കെയാ സംഭവം. ഇത് ഒറിജിനൽ തന്നെയാണോ അതിൽ ഫ്ലേവർ ആഡ് ചെയ്തതാണോ എന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മളൊരു കൂട്ടുകാരൻ കുറച്ച് ആള് ഈ കമ്പനിയിൽ പൊടികളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പേരും പറയില്ല, കമ്പനിയുടെ പേരും പറയില്ല. അവൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ചുമന്ന കളറ് കല്ലൊക്കെ പൊടിച്ച് തീർക്കുന്നത് ഈ മുളക് പൊടിയുടെ കൂടെ, പിന്നെ മരം, അങ്ങനെ പല പല കളേഴ്സ് കല്ലുകളൊക്കെ പൊടിച്ച് ചേർക്കും ഒരു ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് സാധനമാണെന്ന് ഈശ്വരനറിയാം. ഈശ്വരന് മാത്രമേ അറിയുള്ളൂ. ചിക്കൻ കൊണ്ടാട്ടം. തക്കാളിയുടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ച സാധനം ഉണ്ട്. തക്കാളിയും 2 കശുവണ്ടിയും കൂടി ഇല്ല, 2-3. വെള്ളം ഒഴിക്കണം. ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാനാ? ലൈറ്റ് ഗ്രേവി, അത്രയധികമല്ല. ഈ തക്കാളിയുടെ പാത്രം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുലുക്കിയിട്ടേക്ക് വെക്കാം.
ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിനെ നല്ല ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. ഇത് ഗ്രേവിക്ക് കുറച്ച് കുറുകുണ്ടാവും, കാരണം നമ്മൾ തക്കാളിയും ഒക്കെ നമ്മളിങ്ങനെ പേസ്റ്റ് ചെയ്തിട്ടത് കൊണ്ട് ഗ്രേവി ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലിരിക്കും. ശരിക്കും 2 അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുള്ളൂ? ആ 3-4 അതിലും കൂടുതലൊന്നും ചേർത്തിട്ടില്ല. അടച്ചു വയ്ക്കണ്ട, എന്ത് കിട്ടിയാൽ മതി. അടച്ചു വെച്ചാലും കുഴപ്പമില്ല. ഇതിൽ നിന്ന് ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിൽ ഗ്രേവിയിൽ ഉപ്പുണ്ടോയെന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഉപ്പുണ്ടോയെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണ്. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിലേക്ക് ഇനി ചിക്കനും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഈ ഉപ്പ് പോരാണ്ട് വരും. ഗരം മസാല നമ്മൾ കുറച്ച് ഗരം മസാലയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന്. ഇത് ക്യുമിനാണെന്ന് തോന്നുന്നു. ജീരകപ്പൊടി ഏതാന്ന് അറിയാത്തവരാണ് കറി വെക്കുന്നത്. അതാ പ്രശ്നമായത്. ചെറുതാക്കി എഴുതിയിരുന്നെങ്കിൽ എനിക്ക് വായിക്കാൻ പറ്റിയാണ്. വലുതാക്കി എഴുതിയായിരുന്നു നമുക്കത് ബുദ്ധിമുട്ടായി പോയി. ചെറിയൊരു മൂഞ്ചിയ മണം, അത്ര വലിയ നല്ല മണമൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. തക്കാളിയുടെ ഒക്കെ ഒരു പച്ചമണം നിൽക്കണ പോലെ ഉണ്ട്. ഫ്ലോപ്പാവോ നന്നാവോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ചിക്കൻ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ കഴുകി അല്ലേ. ആള് പറയണതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഇല്ലാതെ ഉണ്ടാവില്ല. ചിക്കൻ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഈ ചിക്കൻ മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിലേക്കൊക്കെ ഗ്രേവി പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പക്ഷെ ഇത് അവരെക്കാളും ഇന്റർനാഷണൽ സാധനമായിരിക്കും. അവരുടെ ചിക്കൻ കറി പോലത്തെ ചിക്കൻ കറി ആയിരിക്കില്ല. ആണ്. പക്ഷെ ഇത് അവര് ഫ്ലവർ ആണ്, ഞാൻ ഫയർ ആണ്. ഓക്കെ, ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് നൈസായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഒരു മിനിറ്റ് ഞാൻ പൊളിക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ കറി നമ്മൾ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മൾ എന്താ പറയുക, ചെറിയൊരു തിക്ക് ഗ്രേവി കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട് കറി. അപ്പോൾ നമുക്കിതിൽ അപ്പോൾ നമ്മൾ ചിക്കൻ കറി എന്താ പറയുക, ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു ചിക്കൻ എല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ബാക്കി എന്താണ് മറുപടി എന്ന് പറയാം.